ഹേ ഗായ്, സഞ്ജുസ് വ്ലോഗിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മീ അഞ്ജലി. ഇന്നത്തത് പള്ളി പെരുന്നാൾ നടന്നതിൻ്റെ ബാക്കി വീഡിയോസാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പള്ളി പെരുന്നാളിൻ്റെ തലേദിവസം എടുത്ത വീഡിയോസാണിത്. അവിടെ ലൈറ്റുകളൊക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട് എന്ത് രസമല്ലേ ഫ്രണ്ട്സ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. കൈക്കൊള്ളുവാൻ കനിവാരണമേ. ഇത് റാസയുടെ അന്നത്തെ വീഡിയോ ആണ്, രാവിലത്തെ വീഡിയോ ആണ്. ഞാൻ പള്ളിയിലേക്ക് റാസയുടെ അന്നത്തെ ദിവസം നമ്മൾ കുരിശടിയിലേക്കൊക്കെ ഒന്ന് വരുവാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ പള്ളി. അങ്ങനെ ഞാൻ കുരിശടിയിലേക്ക് വന്ന് മാതാവിനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അന്നേരം അവിടെ അങ്ങനെ അലങ്കരിച്ചേക്കുന്നത് കാണാൻ നല്ല രസം. അക്കുമോനും മീനുമോളും ആദ്യം തന്നെ വന്നായിരുന്നു, പുറകെയാണ് വന്ന്. അക്കുമോനതൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്ന് അറിയോ. പൂവൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ച് ഇത് ഓരോരുത്തരും നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ്. ഇത് നമുക്കറിയാവുന്ന ഒരാൾ നേർച്ച ചെയ്യുന്നതാണ്. അയാൾക്ക് കുട്ടികളുണ്ടാവാതിരുന്ന് ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടിയുണ്ടായി. അതിൻ്റെ നേർച്ചയ്ക്ക് എല്ലാ പെരുന്നാളിൻ്റെ റാസയുടെ ദിവസം അദ്ദേഹമാണ് ഈ കുരിശടി ഇതുപോലെ പൂമാലകൾ കൊണ്ട് അലങ്കരിക്കുന്നത്. ആളൊരു ഹിന്ദു മതസ്ഥനാണ്. ആളുടെ വിശ്വാസം കൊണ്ടാണ് ആളിങ്ങനെ അന്ന് തൊട്ട് എല്ലാ പെരുന്നാളിൻ്റെ റാസയുടെ ദിവസവും ആ ആളാണ് ഈ കുരിശടി ഇതുപോലെ അലങ്കരിക്കുന്നത്. എന്ത് രസമല്ലേ കാണാനായിട്ട്, ഓരോ വിശ്വാസങ്ങൾ. ഞാനങ്ങനെ കുരിശടിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. മാതാവിൻ്റെ സ്വരൂപം അതാ കുരിശടി കത്തിരിക്കുന്നു. ഇന്ന് വൈകിട്ട് കൽവിളക്കുകളെല്ലാം ഫുൾ കത്തി നല്ല ജ്വലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അച്ചുമോനും മീനുമോളും കൂടെ ഉണ്ട്. ഒരു പ്രാർത്ഥിച്ച് തിരിച്ച് പോകാനായിട്ട് പോവാണ്. എന്നാലും അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. കാരണം അതുപോലെ നല്ല മനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു കുരിശടി. എന്ത് രസമല്ലേ കാണാനായിട്ട്. മാതാവേ, ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നത്. എന്തൊരാവശ്യമുണ്ടെങ്കിലും അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരു മാതാവാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. എനിക്ക് അനുഭവമുള്ളൊരു പള്ളിയാണിത്, എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. അതുപോലെ നാനാ മതസ്ഥർ വരുന്നതാണ്. ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ഏത് മതസ്ഥരായാലും വന്ന് താമസിക്കുന്ന ഒരു പള്ളിയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കി ഡെക്കറേഷൻ വൈകിട്ടാണ് ചെയ്യുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വൈകിട്ടാണ് റാസ. ആ ഡെക്കറേഷൻ നമുക്ക് കാണാം. വൈകിട്ട് റാസയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെയ്തു വെച്ച ഡെക്കറേഷൻസാണിത്. മാതാവിൻ്റെ തിരുസ്വരൂപം, എൻ്റെ ഫോട്ടോയും അത് വെച്ച് അലങ്കരിച്ച് വെച്ചേക്കുന്ന മെഴുകുതിരിയൊക്കെയാണ്. ഇതിന്ന് റാസ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. പുരോഹിതൻ വന്ന് പ്രാർത്ഥിച്ച് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അപ്പം നമുക്ക് കാണാം. വിശുദ്ധമാതാവേ, ഈ രാത്രി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കാവൽമാരായ
റാസയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് പള്ളി പെരുന്നാൾ നാളെ അവസാനമാണ്. അതിൻ്റെ തലേദിവസത്തെ കാഴ്ചകളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു.